ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ കസ്റ്റേർഡ് പൗഡറും പാലും ഒക്കെ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ പാലിലോട്ട് ഡയറക്റ്റ് കസ്റ്റേർഡ് പൗഡർ ഇട്ടാൽ അത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം കുറേ കൂടെ നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കാം. വാനില ഫ്ലേവറിൻ്റെ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുകൂടെ നമുക്കിതിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് ഓണാക്കി കൈയെടുക്കാതെ ഇത് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഒരു മണം വരും. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് കുറുകെ കിട്ടും. ഈ ഒരു പരുവം മതി. നമുക്ക് ഒരുപാട് കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ടിരുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഞാനിത് തണുത്തതിന് ശേഷം കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേനില്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി ഒരു പിഞ്ച് കുങ്കുമപ്പൂവും കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു കളർ കിട്ടാനും ഒരു മണത്തിന് വേണ്ടി. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ അടച്ച് വെക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത മുന്തിരി, മാമ്പഴം, ചെറി, പച്ചമുന്തിരി ഇതെല്ലാം എടുത്തേക്കുന്നത്. ചെറുപഴവും എടുത്തിട്ടുണ്ട്. മുന്തിരി എടുക്കുമ്പോൾ നമ്മൾ കുരുവില്ലാത്ത മുന്തിരി എടുക്കണം കേട്ടോ. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ വേറെ ഏത് പൈനാപ്പിൾ, അങ്ങനെ ആപ്പിൾ, അതൊക്കെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനൊരു 3 ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പഴമില്ലെങ്കിൽ നമുക്ക് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമുക്ക് ടേസ്റ്റിന് നമുക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ ചേർക്കാം. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ ചിയ സീഡ്സാണിത്. ഇത് 2 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതാണ് കേട്ടോ, ചെറു ചൂടുവെള്ളത്തിൽ. ഇനി ചിയ സീഡ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കസ്കസ് ആയാലും മതി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചിയ സീഡ്സ് നല്ലതാണ്, നമുക്ക് ചൂട് സമയത്തൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ അതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞില്ല, തണുത്തതിന് ശേഷം തേൻ ചേർക്കാവുന്ന. നമ്മൾ ചൂട് എന്ത് സാധനമായാലും നമ്മൾ ചൂടുള്ളതിൽ നമ്മൾ തേൻ ചേർക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തണുത്തതിന് ശേഷം തേൻ ചേർക്കാം. നമുക്ക് തേനില്ലെങ്കിൽ കുഴപ്പമില്ല, 1 കപ്പ് പഞ്ചസാര ചേർക്കാവുന്നതാണ്. കുറച്ച് നട്ട്സ് കൂടെ ചേർക്കാം. കാഷ്യൂ നട്ട്സും കുറച്ച് മുന്തിരിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലല്ല ഞാൻ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഈ ഒരു പരുവത്തിനാണ് ഉണ്ടാക്കിയത്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല തണുപ്പാണ് ഇതിന്. 2 മണിക്കൂറെങ്കിലും തണുത്തതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുകളിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ഒരു ചെറിയും വെച്ച് കൊടുക്കാം. ചെറി പക്ഷേ വെയിറ്റ് ആയതുകൊണ്ട് താന്നങ്ങ് പോകുന്നുണ്ട്. 2-3 മുന്തിരിങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും വലിയവർക്കായാലും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയൊരു
ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.